ചോക്ലേറ്റോ ബിസ്ക്കറ്റ്സോ ഒക്കെ കഴിക്കുമ്പോൾ പല ആളുകളും പറയാറുണ്ട് ഇതിന്റെ രുചി വേറെയാണ്. എന്നാൽ രുചി മാത്രമല്ല, ഇൻഗ്രീഡിയൻസ് മാറുന്നുണ്ട്. അതേ കമ്പനി, അതേ ബ്രാൻഡ്, അതേ പാക്കറ്റ്, പക്ഷേ രാജ്യങ്ങൾ മാറുമ്പോൾ റെസിപ്പിയും മാറുന്നു. ആദ്യം ഒരു കാര്യം മനസ്സിലാക്കുക, ഇന്ത്യയിൽ കിട്ടുന്ന എല്ലാ ഉൽപ്പന്നങ്ങളും മോശമാണെന്ന ധാരണ തെറ്റാണ്. യൂറോപ്പിൽ കിട്ടുന്നതെല്ലാം നല്ലതാണെന്നും പറയാൻ പറ്റില്ല. പക്ഷേ പല കമ്പനികളും രാജ്യത്തിനനുസരിച്ച് ഫോർമുലേഷൻ മാറ്റാറുണ്ട്. ഇതെന്തുകൊണ്ടാണ്? ഓരോ രാജ്യത്തിലെയും നിയമങ്ങൾ വ്യത്യസ്തമാണ്, ആളുകളുടെ രുചി വ്യത്യസ്തമാണ്, അസംസ്കൃത വസ്തുക്കളുടെ ലഭ്യത, നികുതി, വില കുറയൽ, ലോക്കൽ മാനുഫാക്ചറിംഗ് ഇതെല്ലാം ബന്ധപ്പെട്ടിരിക്കുന്നു. ഒരു യൂറോപ്യൻ ചോക്ലേറ്റിൽ ഷുഗർ കുറവാണെങ്കിൽ അതേ ചോക്ലേറ്റ് ഇന്ത്യയിൽ എത്തുമ്പോൾ അതിൽ ഷുഗർ കൂടുന്നു. കുട്ടികൾ കഴിക്കുന്ന സിറിയൽസ്, യൂറോപ്പിൽ ഇത്തരം സിറിയൽസിൽ ഷുഗർ കുറവും ഹോൾ ഗ്രെയിൻസ് കൂടുതലുമാണ്. എന്നാൽ അതേ സിറിയൽസ് ഇന്ത്യയിൽ എത്തുമ്പോൾ ഷുഗർ ഇരട്ടിയാകുന്നു. അടുത്തത് ഇൻസ്റ്റന്റ് നൂഡിൽസ്. ഇവയിൽ വ്യത്യാസം വരുത്തുന്നത് സോഡിയം, ഫ്ലേവർ എൻഹാൻസേഴ്സ്, ഓയിൽ കോമ്പസിഷൻസ്, സ്പൈസ് മിക്സ് ഇവയിലാണ്. ഒരു പാക്കറ്റ് നൂഡിൽസ് നിങ്ങളെ രോഗിയാക്കില്ല. എന്നാൽ ദിവസേന നൂഡിൽസ് കഴിച്ചാലോ ഇത് നിങ്ങൾക്ക് ഫ്രീ ആയി ഹൈപ്പർ ടെൻഷൻ, ഒബിസിറ്റി, ഫാറ്റി ലിവർ, കിഡ്നി പ്രോബ്ലംസ് എല്ലാം തരുന്നുണ്ട്. യൂറോപ്യൻ രാജ്യങ്ങളിൽ ഷുഗർ ടാക്സ് കാരണം സോഫ്റ്റ് ഡ്രിങ്കുകളിൽ ഷുഗർ കുറയ്ക്കുന്നുണ്ട്. എന്നാൽ അതേ കമ്പനി ഇന്ത്യയിൽ എത്തുമ്പോൾ ഇത് സംഭവിക്കുന്നുണ്ടോ? വിദേശത്ത് നിന്നും എല്ലാ സാധനങ്ങളും നമുക്ക് വാങ്ങാൻ കഴിയില്ല. എന്നാൽ നമുക്ക് കഴിയുന്ന ചില കാര്യങ്ങളുണ്ട്. ഇൻഗ്രീഡിയൻസ് ലിസ്റ്റ് വായിക്കുക, ആഡഡ് ഷുഗർ പരിശോധിക്കുക, സോഡിയം നോക്കുക, ഫൈബർ നോക്കുക, ഹോൾ ഗ്രെയിൻ ആണോ എന്ന് പരിശോധിക്കുക, പ്രോട്ടീൻ നോക്കുക. ഒരു സാധനം വാങ്ങുമ്പോൾ പാക്കറ്റിന്റെ ഫ്രണ്ട് മാത്രം നോക്കാതെ തിരിച്ചു പിടിച്ച് ഈ കാര്യങ്ങളെല്ലാം ഒന്ന് പരിശോധിക്കുക. ലോകമെമ്പാടും ഫുഡ് റെഗുലേഷൻസ് മാറിക്കൊണ്ടിരിക്കുകയാണ്. ചില രാജ്യങ്ങൾ അനുവദിക്കുന്നു, ചില രാജ്യങ്ങൾ നിരോധിക്കുന്നു. ഇതിൽ ആരാണ് ശരി എന്നതിൽ അർത്ഥമില്ല. പുതിയ ശാസ്ത്രീയ തെളിവുകൾ ലഭിക്കുമ്പോൾ നിയമങ്ങൾ മാറും. ഇനി മുതൽ പരസ്യം നോക്കി വാങ്ങാതെ ഇൻഗ്രീഡിയന്റ് ലിസ്റ്റ് വായിച്ച് വാങ്ങിക്കോളൂ.